നമ്മുടെ 5500 രൂപ കിട്ടിയല്ല, ഇനി എന്ത് നോക്കാൻ വേണ്ടിയല്ലേ. 2015 മെയ് മാസം പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത്, മലയാളി വികസന മോഹങ്ങളുടെ മറവിൽ 6000 കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വീണ്ടും പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം, അന്ന് താങ്കൾ മുഖ്യമന്ത്രി ആയിരുന്നില്ല, ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രി ആയപ്പോ 6000 കോടിയുടെ അഴിമതി എവിടെ പോയി? രാഷ്ട്രീയക്കാരന്മാരുടെ കീശയിൽ പോയി. അവന്മാര് നിന്നെ കൊല്ലും. ഇന്നലെ നമുക്കെതിരെ ഇവിടെ ഒരു പാർട്ടിക്കാര് പ്രക്ഷോഭവുമായിട്ട് വന്നു. അപ്പോഴും 8:30-9 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ഒറ്റയ്ക്കാണ് പോയത്. ഇന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി വെട്ടേറ്റ് മരിച്ചാ പറയുക രക്തസാക്ഷികളാണെന്ന്. ഭാര്യയെയും വീട്ടിലുള്ളവരെയും നോക്കാനായിട്ട് ജീവൻ പണയം വെച്ച് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്ക് അവന് അപകടം പറ്റി ആ ജഡം പോലും കിട്ടാതെ പോകുന്നു. അപ്പോൾ അവരാരാണ്? മത്സ്യത്തൊഴിലാളിയുടെ രക്തസാക്ഷികളാണ്. ഈ പ്രതിപക്ഷങ്ങൾ അന്നെന്ത് എതിർത്തില്ല? കാരണം നിങ്ങളുടെ സർക്കാരല്ലേ അപ്പോൾ അത് കൊണ്ടുവന്നത്. അപ്പോൾ എതിർക്കാതെ ഇപ്പൊ ഞങ്ങൾ എതിർത്തപ്പോ നിങ്ങളെന്താ കൂടാതെ നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാ അപ്പൊ എതിർക്കാതെ ഇപ്പൊ ഞങ്ങൾ എതിർത്തപ്പോ ഞങ്ങളുടെ കൂടെ ഒന്ന് ഒട്ടി നിൽക്കുന്നത്? എന്തിന്? ഓട്ടോ മേടിക്കാം. അതങ്ങ് മനസ്സിലാക്കിയിരുന്നാ മതി. നിങ്ങളുടെ സെക്രട്ടേറിയറ്റും പോലീസ് സ്റ്റേഷനും നിങ്ങളുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ കെട്ടിടങ്ങളെല്ലാം ഈ കടലിന്റെ തീരദേശത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വെക്കോ? അപ്പൊ KSRTCക്ക് ഈ വികസനം വന്ന് 15 വർഷം കഴിഞ്ഞേ ശമ്പളം കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് LDF എന്നില്ല, UDF എന്നില്ല, BJP എന്നില്ല. ഞാൻ മത്സ്യത്തൊഴിലാളി മാത്രമാണ്. നമ്മൾ പിതാക്കന്മാരെ കാണണമെങ്കിൽ നമ്മുടെ ഇടവകയിൽ എപ്പോൾ എത്തും എന്ന് നമ്മൾ കാത്തിരിക്കണം. ഓരോ ദിവസവും കാത്തിരിക്കണം. സ്റ്റൈരി ലേപനം കൊടുക്കാൻ പിതാക്കന്മാർ എപ്പോൾ എത്തുമെന്ന് കാത്തിരിക്കണം. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇടവകയിൽ പിതാക്കന്മാർ എത്തുകയുള്ളൂ. ഇന്ന് പക്ഷേ നമുക്ക് വേണ്ടി അവരിന്ന് തെരുവിൽ കിടക്കുന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മുടെ ഈ സമരം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരല്ല. നമ്മുടെ ഈ സമരം നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ സമരം. സിന്ദാബാദ് സിന്ദാബാദ്, മത്സ്യത്തൊഴിലാളി സമരം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്. സൂചനയാണ് സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും, സമരത്തിന്റെ ഗതിയും മാറും. ഇന്നലെ നമ്മുടെ മുതലപ്പൊഴിയിൽ ഒരു അപകടമുണ്ടായി. പക്ഷേ അത് നമ്മുടെ ലത്തീൻ സമുദായമല്ല. എന്നാലും നമ്മുടെ ലത്തീൻ സമുദായം അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അത് ഈ സമരത്തിനൊരു ഉദാഹരണമാണ്. കാരണം ഇത് പലരും പറയുന്നത് ക്രിസ്ത്യ സമൂഹം മാത്രം നടത്തുന്ന ഒരു സമരം എന്നാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് പല സമുദായങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും TV ന്യൂസിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 5500 രൂപ വീതം സഹായം കൊടുത്തത് കണ്ടു കാണും. അത് കണ്ടിട്ട് കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും, നമ്മുടെ 5500 രൂപ കിട്ടിയല്ല, ഇനി എന്ത് നോക്കാൻ വേണ്ടിയല്ലേ. പക്ഷേ ആ 5500 രൂപ വാങ്ങിച്ചവരിൽ എനിക്കറിയത്തില്ല ആ ഗോഡൌണിൽ താമസിച്ചവരാണ് അത് വാങ്ങിയെന്ന്. കാരണം ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സഹായം നൽകണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഗോഡൌണിൽ താമസിക്കുന്ന സഹോദരരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുമായിരുന്നു. അപ്പോ നമ്മളെ കണ്ടിരിക്കുന്നത് വെറും ഒരു നമ്മുടെ സമുദായത്തിനെ അത്രയ്ക്ക് പേടിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയന്. ഓഗി ദുരന്തം വന്നപ്പോ ഇല്ലേ, നമ്മുടെ പൂന്തറ വന്നിട്ട് ഒരു ലൂണർ ചേർപ്പ് മിസ്സാക്കിയിട്ട് പോയ ആളാണ്. ഇപ്പോഴും ബാക്കി ഒറ്റക്കാല് പൂന്തറയിലുണ്ട്. അത് എടുക്കാൻ വന്ന അടുത്ത ചപ്പലൂടി പോകുമെന്ന് പേടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരാത്തത്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് എതിരാണ്.
സൈബറിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി നേരിട്ട് വഴിയിൽ പോകുമ്പോൾ നിന്നെ കൊല്ലും. നീയാണ് കരിദിനം തുടങ്ങി അന്ന് മുതൽ നിന്റെ ഫോട്ടോയാണ് ന്യൂസിലും ന്യൂസ് പേപ്പറിലും. നിന്നെ കൊല്ലും, അവന്മാർ നിന്നെ കൊല്ലും. ഇന്നലെ നമുക്കെതിരെ ഇവിടെ ഒരു പാർട്ടിക്കാര് പ്രക്ഷോഭവുമായിട്ട് വന്നു. അപ്പോഴും 8:30-9 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത്. വീട്ടിൽ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഞാൻ എന്തിനു വേണ്ടി ഈ സമരം ചെയ്യുന്നതെന്ന് ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്, അല്ലാതെ എൻ്റെ സ്വന്തം അവകാശത്തിന് വേണ്ടിയല്ല. ഇന്ന് ഗോഡൌണിൽ പല കുടുംബങ്ങളും താമസിക്കുന്നു. നാളെ ഒരു പക്ഷേ എനിക്കും ആ ഗോഡൌണിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്ന നല്ല വ്യക്തമായ ചിന്താബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ വികസനം, നമ്മുടെ സർക്കാർ പറയുന്ന ഈ വികസനം കൊണ്ട് ഒരുപാട് കോടികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാം എന്നാണ്. ഇന്ന് KSRTCക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ സർക്കാരാണ് ഈ വികസനം കൊണ്ടുവന്ന് ശമ്പളം കൊടുക്കാൻ വന്നു. അപ്പൊ KSRTCക്ക് ഈ വികസനം വന്ന് 15 വർഷം കഴിഞ്ഞേ ശമ്പളം കിട്ടത്തുള്ളൂ. എന്തായാലും അതിലും ഉറപ്പാണ്. വല്ലാർപാടത്ത് ഒരു പോർട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സർക്കാരാണ് ഈ വിഴിഞ്ഞത്തെ പാവം ജനങ്ങളുടെ മീതെ കല്ലിട്ടുകൊണ്ട് വികസനം കൊണ്ടുവന്ന് പണമുണ്ടാക്കാമെന്ന് കരുതുന്നത്. അത് നടക്കത്തില്ല. കല്ലിടണമെങ്കിൽ ആദ്യം മീതെ കല്ലിടണം, നമ്മുടെ മീതെ. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഓരോ കല്ല് വീതം തൂക്കിക്കൊണ്ട് പോകായിരുന്നു. പക്ഷെ നമ്മുടെ വൈദികർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, അല്ലേ? നമ്മൾ അവരുടെ വാക്കിന് ഈ സർക്കാർ ബഹുമാനം കൊടുത്തില്ലെങ്കിലും നമ്മൾ ബഹുമാനം കൊടുക്കും. സിന്ദാബാദ് 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 അവകാശ സമരം സിന്ദാബാദ് അവകാശ സമരം സിന്ദാബാദ് 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 മത്സ്യത്തൊഴിലാളി സമരം സിന്ദാബാദ് മത്സ്യത്തൊഴിലാളി സമരം സിന്ദാബാദ്. ഈ നമ്മള് ഇപ്പൊ എതിർക്കുന്നതുകൊണ്ട് കുറെ പേര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രിനെ മാത്രം ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത്? ഈ വികസനം ഈ കേരളത്തിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയായിരുന്ന, ആ സമയം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയല്ലേ? നിങ്ങൾ എന്താ ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും സംസാരിക്കാത്തത്? പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വെച്ച് തന്നെയാണ് സംസാരിക്കാറ്, കേട്ടോ. പിന്നെ എനിക്ക് LDF എന്നില്ല, UDF എന്നില്ല, BJP എന്നില്ല. ഞാൻ മത്സ്യത്തൊഴിലാളി മാത്രമാണ്. മത്സ്യത്തൊഴിലാളിയുടെ മകളാണ്. എൻ്റെ അപ്പൻ 21 വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലിലാണ് പോയത്. ഇന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി വെട്ടേറ്റ് മരിച്ചാൽ പറയുക രക്തസാക്ഷികളാണെന്ന്. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളികള് ഈ കടലിൽ ജീവൻ കളഞ്ഞ് സ്വന്തം മക്കളെയും ഭാര്യനെയും വീട്ടിലുള്ളവരെയും നോക്കാനായിട്ട് ജീവൻ പണയം വെച്ച് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്ക് അവന് അപകടം പറ്റി ആ ജഡം പോലും കിട്ടാതെ പോകുന്നു. അപ്പോൾ അവരാരാണ്? മത്സ്യത്തൊഴിലാളിയുടെ രക്തസാക്ഷികളാണ്. നമുക്ക് ഈ വികസനം കൊണ്ടുവന്നുകൊണ്ട് ഈ കേരളത്തിൽ ഒരു ലാഭവും ഉണ്ടാക്കത്തില്ല എന്ന് ഞാൻ ഇവിടെ അടിച്ചു പറയും. കാരണം ഇന്നിരിക്കുന്ന ഞാൻ നാളെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ നാളെ എന്നല്ല, ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ ഉണ്ടായിരുന്നാലും ഈ വികസനം വരത്തില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട്, ഇത്രയും നാൾ മിണ്ടാതിരുന്ന നിങ്ങൾക്കിപ്പോൾ എന്ത് പറ്റി? ഇത്രയും നാൾ ആരും മിണ്ടാതിരുന്നത്? ഞങ്ങൾ പ്രതികരിച്ചു, നിങ്ങൾ മീഡിയയ്ക്ക് മുമ്പിൽ എത്തിച്ചില്ല എന്നതാണ് വാസ്തവം. ഇന്ന് ഒരു മനോരമയും കണ്ടില്ല, മാതൃഭൂമിയെയും കണ്ടില്ല, 24നെയും കണ്ടില്ല, മീഡിയ 1നെയും കണ്ടില്ല. അന്ന് ഞങ്ങൾ കരിദിനത്തിൻ്റെ അന്ന് ഈ ബാരിക്കേഡ് തള്ളി മാറ്റുമ്പം ഈ മാധ്യമങ്ങളുടെ ഒരു ആവേശം കാണണമായിരുന്നു. കാരണം അവർക്ക് ഇതുപോലത്തെ ന്യൂസ് കിട്ടുമ്പോഴേ അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ ബാരിക്കേഡ് തള്ളാത്തതുകൊണ്ടാണ് അവരെ ഒന്നും കാണാനില്ലാത്തത്. ഇപ്പൊ നമ്മൾ ബാരിക്കേഡ് തള്ളുകയുണ്ടല്ല, അവരെല്ലാം ഇപ്പൊ ആംബുലൻസിനെ പോലെ പാൻ ഇവിടെ എത്തും. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു ശാന്തമായിട്ടുള്ള, നമ്മുടെ ബഹുമാനപ്പെട്ട സുസഭാഗ്യം പിതാവും നമ്മുടെ തോമസ് ജേറ്റോ മെത്രാനും പറഞ്ഞതുപോലെ നമ്മളിവിടെ ശാന്തിയായിട്ട് ഗാന്ധി മാർഗത്തിലാണ് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടേ
കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ടായി കാണും നമ്മൾ പേടിച്ചു പോയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് സമരം ചെയ്തത്. സിംഹം വരുന്നതിന് മുമ്പേ പമ്മിയെ വരത്തുള്ളൂ. സിംഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഏറി മേനിട്ട് പോകും മക്കളെ. ഈ വികസനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഈ വികസനം കൊണ്ടുവന്ന സമയം നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞിരുന്നത് 2015 മെയ് മാസം നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത്, മലയാളി വികസന മോഹങ്ങളുടെ മറവിൽ 6000 കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം, അന്ന് താങ്കൾ മുഖ്യമന്ത്രി ആയിരുന്നില്ല, അതുകൊണ്ട് അതിനെ എതിർത്തു. ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രി ആയപ്പോൾ 6000 കോടിയുടെ അഴിമതി എവിടെ പോയി? രാഷ്ട്രീയക്കാരന്മാരുടെ കീശയിൽ പോയി. നമ്മളടുത്ത് ഓട്ടോ വാങ്ങിക്കാൻ വരുമ്പോ എന്റെ മോനായിരുന്നാലും മൂക്ക് ചീകൊണ്ടിരുന്ന മോനെ മൂക്ക് പിടിച്ച് ഓട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ മൂക്ക് ചീറ്റി തരാൻ അവന്മാര് വരുമോ? എവിടെ പോയി അവന്മാര്? അമ്മച്ചിമാരിയ്ക്കുക അവിടെ വീടിന്റെ ഫ്രണ്ടില്. അമ്മച്ചിയുടെ കൈ പിടിച്ചൊരു ഉമ്മ, അമ്മച്ചി ഞാൻ ഇവിടെ വന്നാണ്ടല്ല ബീച്ച് റോഡ് പിന്നെ ഹൈവേ റോഡാക്കി തരും. പിന്നെ അമ്മച്ചി ഇപ്പൊ എവിടെ ചെറ്റക്കുടില്ല താമസിക്കണം. അമ്മച്ചിക്ക് ഞാൻ 2 നിലയുടെ വീടായിരിക്കും തരണത്. പിന്നെ അമ്മച്ചിമാര് മയങ്ങും. അവർ 2 നില വീടെന്ന് പറയുമ്പോ അമ്മച്ചിമാർ വിചാരിക്കും, ഓ ചെറ്റക്കുടിലല്ലേ കിടക്കുന്നു, 2 നില വീട് എന്നാ പിന്നെ എന്ത് നോക്കാൻ. നമ്മുടെ ആ ഒരു വിചാരമാണ് അവന്മാര് മുതലാക്കുന്നത്. ഇനിയും അവന്മാര് വോട്ട് മേടിക്കാൻ വരുമ്പോ പേടിക്കണം. മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ കണ്ട് പേടിക്കണം, പേടിച്ച് വിറയ്ക്കണം ഓരോ വോട്ടിനും വരുമ്പോ. പക്ഷേ ഇവിടെ ഇപ്പൊ കുറെ അമ്മച്ചിമാര് പറയുന്നുണ്ട് വോട്ടിനൊന്നും അവന്മാര് വരത്തില്ലെന്ന്. അവന്മാര് വരും, 3 വർഷം കഴിഞ്ഞ് വരും, വരാതിരിക്കത്തില്ല, വരും. പക്ഷേ എന്തായാലും അവര് കുറെ അവർക്ക് വേണ്ട അവര് പേടിച്ച് തന്നെയാണ് വരുന്നത്, അല്ലാതെ ഭീരുക്കളായിട്ടാണ് വരുന്നത്. അല്ലാതെ തൻ്റെ ഇടത്തൊന്നും നമ്മളിപ്പോ നിൽക്കുന്നില്ലേ, അതുപോലെ തൻ്റെ ഇടത്തൊന്നും വരാൻ അവർക്ക് കഴിയത്തില്ല. ഈ തുറമുഖം കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എസ്റ്റേറ്റുകൾ, റിയൽ എസ്റ്റേറ്റുകൾ ബിസിനസ് ഇവിടെ കൊണ്ടുവരാനാണ്. അപ്പൊ ഞാനൊന്ന് ചോദിക്കാം, ഈ റിയൽ എസ്റ്റേറ്റ് മാത്രം നിങ്ങൾക്ക് ചെയ്താൽ പോരെ? ഈ പാവങ്ങളുടെ മുൻപിൽ, ഈ പാവങ്ങളുടെ നെഞ്ചിൽ കല്ലിട്ട് നിനക്ക് വികസനം കൊണ്ടുവന്ന് ആ വികസനം നികത്താൻ വേണ്ടി നിനക്കിനി ഒരു റിയൽ എസ്റ്റേറ്റ് എന്തിന്? ഇപ്പോ നമ്മുടെ ഗോഡൌണിൽ കിടക്കുന്ന പാവങ്ങൾക്ക് മുട്ടത്തറയ്ക്കടുത്ത് 8.5 ഏക്കർ സ്ഥലം വീട് വെക്കാൻ. ഇനി എന്ന് വീട് വെച്ച് നമ്മൾ എന്ന് താമസിക്കും? ഈ സമരം എല്ലാം നമ്മളെ നിർത്തി പോയി കഴിഞ്ഞാലേ ആ 8.5 ഏക്കർ സ്ഥലം പോണത് വല്ല മന്ത്രിക്കോ MLAക്കോ ആയിരിക്കും. നമ്മള് ഇന്ന് ഇവിടെ വന്ന് സമരം ചെയ്യാൻ പോയാണ്. ആ സഹോദരങ്ങൾക്ക് 8.5 ഏക്കർ സ്ഥലം അവർ തരുമെന്ന് പറഞ്ഞത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആ സർക്കാർക്ക്? പക്ഷേ അത് വെറും വാക്കുകൾ മാത്രമാണ്. ആ വാക്കുകളിൽ ഇനിയും ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സമൂഹം വിശ്വസിക്കത്തില്ല. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പല വാക്കുകളും കേട്ട് തഴമ്പിച്ചു പോയ കാതുകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് ഇനിയും ഒരു വാക്കിന് മുൻപിലും അടിയറവ് വയ്ക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ സമൂഹത്തിന്. സിന്ദാബാദ് സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കടലിൻ മക്കൾ കേഴുന്നു, അവകാശങ്ങൾക്കായി കേഴുന്നു, സുരക്ഷയ്ക്കായി കേഴുന്നു. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കടലിൻ മക്കൾ കേഴുന്നു, സിന്ദാബാദ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. പിന്നെ നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു
മാത്രം സമരം ചെയ്താൽ പോരെ? ഈ വൈദികർക്ക് എന്ത് കാര്യമായിരിക്കുന്നു ഇതിന് വന്ന് നേതൃത്വം കൊടുക്കാൻ? അവരോട് ഒന്ന് മാത്രം പറയാം, ഇവർ ലണ്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവർ മത്സ്യത്തൊഴിലാളികളുടെ മക്കളായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന കമന്റ് ഇടുന്ന ഓരോ കമ്മികളോട് പറയാം, നിങ്ങളുടെ മക്കളെ ഇംഗ്ലീഷ് പഠിച്ചത് അമേരിക്കയിൽ പോയല്ല, ഞങ്ങളുടെ ഇതുപോലത്തെ ഓരോ വൈദികർ പറഞ്ഞു കൊടുത്താണ് ഇന്ന് നിങ്ങളുടെ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ അവകാശം നേടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അത് ജീവൻ പോയാലും സമരം ചെയ്യും. ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാനെന്ന് പറഞ്ഞ് കുറെ ഇടതുപക്ഷ മുന്നണികൾ വരുന്നുണ്ട്. അവരുടെ മനോഭാവം ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലേ 24 വയസ്സാ എനിക്ക് മനസ്സിലാകും. കാരണം 3 വർഷം കഴിഞ്ഞ് വോട്ട് അടിക്കാനുള്ള വരവാണ് ആ വരവ്. ഇപ്പോ നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഈ പ്രതിപക്ഷങ്ങൾ അന്നെന്ത് എതിർത്തില്ല? കാരണം നിങ്ങളുടെ സർക്കാരല്ലേ അപ്പോൾ അത് കൊണ്ടുവന്നത്. അപ്പോ എതിർക്കാതെ ഇപ്പൊ ഞങ്ങൾ എതിർത്തപ്പോ നിങ്ങൾ എന്താ കൂടെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാ അപ്പൊ എതിർക്കാതെ ഇപ്പൊ ഞങ്ങൾ എതിർത്തപ്പോ ഞങ്ങളുടെ കൂടെ ഒന്ന് ഒട്ടി നിൽക്കുന്നത്? എന്തിന്? വോട്ട് മേടിക്കാം. അതങ്ങ് മനസ്സിലാക്കിയിരുന്നാ മതി. ഞങ്ങളെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പ്രസംഗമൊക്കെ കേട്ടിരിക്കുമ്പോ മിക്കേക്കും ബോറടിയാണ്. എനിക്കേ ബോറടിച്ചിട്ടുണ്ട്. ചുമ്മാ കടന്ന് പ്രസംഗിക്കും. എനിക്കാണെങ്കിൽ ദേഷ്യം വരും. നമ്മൾ ഈ ബാരിക്കേഡൊക്കെ തള്ളി അങ്ങ് പോകുമ്പോഴല്ലേ നമ്മുടെ സമരത്തിന് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു എനർജി ഉള്ളൂ. എനിക്കാണെങ്കിൽ എപ്പ ഈ ബാരിക്കേഡ് തള്ളി ഇതിന്റെ അകത്ത് എപ്പ പോകാന്ന് ആലോചിച്ചിരിക്കും. എത്ര ദിവസമെന്നറിയാം ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഈ വീട് ഫൗണ്ടേഷൻ ചെയ്യാൻ ഇട്ടിരിക്കുന്നവർക്കെല്ലാം ഇതിന്റെ അകത്ത് കിടക്കുന്ന കല്ല് ഫ്രീ ആയിട്ട് കിട്ടും. അതിന്റെ പൈസ മുടക്കണ്ട നിങ്ങൾ എന്തായാലും എത്ര ആയാലും. പിന്നെ ഇതിന്റെ അകത്ത് 80% പണി കഴിഞ്ഞെന്ന്. ആ പണി കഴിഞ്ഞെന്ന് പറയുന്നവർ ഇതിന്റെ അകത്ത് വന്ന് കയറി അതിന് കഴിഞ്ഞെന്നുള്ള തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ അതിനേക്കാൾ ഞങ്ങൾ കാണിച്ചു തരാം. അതിന്റെ അകത്ത് ഇവിടെ സമരം തുടങ്ങി 3-ാം ദിവസം ഞാൻ അതിന്റെ അകത്ത് ചെന്നു. അവിടെ 30% തികച്ചു പോലും ഞാൻ പണി കഴിഞ്ഞിട്ടില്ല. വെറും പുലിമുട്ട് നിർമ്മാണത്തിന്റെ കുറച്ചേ ആയിട്ടുള്ളൂ. ഈ അദാനിക്ക് വേണ്ടിയാണ് മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മാണം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് പല ജീവനുകളും അവിടെ കാണാനില്ല. അത് മുതലപ്പൊഴിയല്ല, മരണപ്പൊഴി. ആര് കൊണ്ടുവന്നത്? അദാനി കൊണ്ടുവന്ന മരണപ്പൊഴി. അദാനിനെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചതാര്? നമ്മുടെ സർക്കാർ. നമ്മളെ എവിടെയെങ്കിലും മലമ്പ്രദേശത്ത് വീട് ഏക്കർ കണക്കിന് തന്ന് അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാ നമുക്ക് തെങ്ങ് കയറ്റത്തിന് പറഞ്ഞാൽ തെങ്ങ് കയറാൻ പറ്റുമോ? മേസ്തിരി പണിക്ക് പോകാൻ പറഞ്ഞാൽ മേസ്തിരി പണിക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഇവന്മാർ എന്ത് ഉദ്ദേശത്തിൽ നമ്മളെ എവിടെയെങ്കിലും സ്ഥലം തരാം നിങ്ങൾ സമരം അവസാനിപ്പിക്കുക, ഞങ്ങൾ സ്ഥലം തരാം. ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ നഷ്ടപ്പെട്ടതുപോലത്തെയുള്ള ഒരു തീരദേശ ഗ്രാമം നിങ്ങൾ രൂപീകരിച്ചു തരണം. അല്ലാതെ മലമ്പ്രദേശത്തോ വേറെ എവിടെയെങ്കിലും വീട് വെച്ചെന്നാൽ ഞങ്ങൾ പോകത്തില്ല. നിങ്ങളുടെ സെക്രട്ടേറിയറ്റും നിങ്ങളുടെ പോലീസ് സ്റ്റേഷനും എല്ലാം ഞങ്ങൾ മലപ്രദേശത്ത് പോവാം. നിങ്ങളുടെ സെക്രട്ടേറിയറ്റും പോലീസ് സ്റ്റേഷനും നിങ്ങളുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ കെട്ടിടങ്ങളെല്ലാം ഈ കടലിന്റെ തീരദേശത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വെക്കോ? പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്ന സ്ഥലത്തോണ്ട് വെക്കണം? എനിക്ക് 24 വയസ്സ്, 24 വർഷം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്ക് 60, 70, 80 വയസ്സ്. ഇത്രയും വർഷം ഞങ്ങളെ കളിച്ചു വളർന്ന ഈ സ്ഥലം ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ പോണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ സെക്രട്ടേറിയറ്റും ആ പോലീസ് സ്റ്റേഷനും എല്ലാം തീരദേശത്ത് കൊണ്ടുവയ്ക്കും, കടലിൽ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഞങ്ങൾ പോവാം.
ഇന്നലെ മുതലപ്പൊഴിയിൽ അപകടത്തിന് ശേഷം നമ്മുടെ ഈ അടുത്ത വിഴിഞ്ഞത്ത് ഒരു അപകടമുണ്ടായി. വിഴിഞ്ഞത്ത് ഒരു വെള്ളം മറിഞ്ഞ്, പക്ഷെ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ശ്രദ്ധയിൽപ്പെടാത്ത കാരണം അതിലാരും മരിച്ചില്ല. മരിച്ചെങ്കിൽ ഈ മീഡിയകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു. കാരണം മരിച്ചില്ല, ആരെങ്കിലും മരിച്ചെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു. അവരെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ കോസ്റ്റൽ പോലീസാണ്. അവർക്ക് എന്റെയും ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ അംഗങ്ങളുടെ പേരിലും താങ്ക്സ് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ഇങ്ങനെ കസേരയിൽ കേട്ടിരിക്കാനുള്ള ക്ഷമത ഒന്നുമില്ലെന്ന് മനസ്സിലായി. അവർക്ക് എങ്ങനെയാലും ഇറങ്ങി കളിക്കണം. ഞങ്ങള് ഇവിടെ ആദ്യത്തെ ദിവസം വന്ന സമയമില്ലേ, ഇവിടെ കൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് കളിക്കുമ്പോഴല്ലേ കുറച്ച് എനർജി കിട്ടുമായിരുന്നു. ഇങ്ങനെ സമരം ചെയ്ത് എല്ലാവരും പോവും. പോവൂല നമ്മുടെ അങ്ങനെ പോവൂല ഏട്ടാ. അച്ഛന്മാർക്ക് ഭയങ്കര ഉറപ്പാണ്. നിങ്ങളെല്ലാവരും പോയാലും വൈദികർ ഇവിടെ ഉണ്ടാവും നമുക്ക് വേണ്ടി. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, തിയോഡേഷ്യസ് അച്ഛൻ തീയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അച്ഛൻ തീയാണ്. ഞങ്ങളുടെ ഇടവകയിൽ തിരുനാളിന്റെ 2ാം ദിവസം അച്ഛന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് വന്ന് എല്ലാ വൈദികരുടെ പ്രസംഗം കേട്ട് ഞാൻ ഉറങ്ങി. പക്ഷെ അച്ഛന്റെ പ്രസംഗം ഒരു എനർജി. കാരണം അത് നമ്മുടെ തീരദേശ ജനതയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു ആ പ്രസംഗം. ഇന്ന് പലരും അച്ഛനെ ക്രൂശിക്കുന്നുണ്ട്. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒത്തൊരുമയായിരിക്കുന്നത് പോലെ നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹം എന്നും ഒത്തൊരുമയോടെ തന്നെ ഇതിനു വേണ്ടി പോരാടണം. നമ്മുടെ യുവതലമുറകൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. കാരണം നമ്മൾ കളിച്ചു വളർന്ന തീരം വരും തലമുറയിലുള്ള മക്കൾക്ക് കളിക്കാൻ വേണം. നമുക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ പറയുന്നുണ്ട് നമ്മള് സമരം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് ആളുകളെ ഇറക്കുന്നെന്ന്. നമ്മളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ആളുകളെ ഇറക്കേണ്ട ആവശ്യമില്ല. ഇത് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അല്ലാതെ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിൽ വന്ന് ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഐക്യദാർഢ്യം ഞങ്ങൾക്ക് അർപ്പിക്കുന്നില്ല. നിങ്ങളവിടെ വെറുതെ ഇരിക്കും. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്നവരെ കൊണ്ട് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ചങ്ങനാശ്ശേരി, കുട്ടനാട്, പാലക്കാട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പിക്കാൻ വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിൽ നമ്മളെന്നും ഒത്തൊരുമയോടെ തന്നെ ഇവിടെ നിന്ന് ഈ സമരം പൊരുതി വിജയിക്കണം.